നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിഒ അഷ്ടമിച്ചിറ ചാലക്കുടി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന് പരാതി. ആമ്പല്ലൂർ വെണ്ടൂരിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. വെണ്ടൂർ മഞ്ഞളി ജോൺസന്റെ പറമ്പിൽ നിന്നാണ് 15 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി തിരിച്ചെത്തിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന് പരാതി. പൈപ്പ് ലൈനുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ലെന്നതാണ് ആക്ഷേപം. ശുദ്ധജലം മുടങ്ങിയാൽ ടാങ്കർ ലോറി വഴി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ശിവാലയ കമ്പനി നടപ്പാക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ നാഷണൽ ഹൈവേയുടെ റോഡ് പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി തകരാറിലാകുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാക്കാത്തതിനാൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതെ മാസങ്ങളായി ജനങ്ങൾ വലയുകയാണ്. കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റി അധികാരികൾ ജനപ്രതിനിധികളും ജനങ്ങളും പരാതിപ്പെടുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ തകരാറ് പരിഹരിക്കേണ്ടത് ഹൈവേ കോൺട്രാക്ടിംഗ് കമ്പനിയായ ശിവാലയയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. ജനങ്ങൾ പരാതിപ്പെടുമ്പോൾ വെള്ളം പഞ്ചായത്ത് നൽകുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തുന്നു. ഹൈവേയിൽ പണി നടക്കുന്നതിൻ്റെ ഭാഗമായി ശുദ്ധജലം മുടങ്ങിയാൽ ടാങ്കർ ലോറി വഴി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം ശിവാലയ കമ്പനി നടപ്പാക്കുന്നില്ല. പഞ്ചായത്തിൽ തീരദേശം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകൾ റിപ്പയർ ചെയ്യാത്തതിൻ്റെ ഭാഗമായി പൊതു ടാപ്പുകളിൽ പോലും വെള്ളമെത്തുന്നില്ല. മാസം തോറും 3,60,000 രൂപയാണ് പൊതു ടാപ്പുകളുടെ വെള്ളക്കരമായി ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത്. ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 30-നകം ഹൈവേയിൽ പുതിയ പൈപ്പ് ലൈൻ വലിച്ച് ഗോതിരത്ത് കോതപ്പറമ്പ് പ്രദേശത്തേക്ക് നേരിട്ട് വെള്ളമെത്തിക്കാമെന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളുടെ മുൻപാകെ നൽകിയ ഉറപ്പും നാളിതുവരെയായി ബന്ധപ്പെട്ടവർ പാലിച്ചില്ല. പൈപ്പ് ലൈനുകൾ തകരാറിലാക്കിയത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും അതിന് തയ്യാറാകാത്ത പക്ഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ സമരങ്ങൾ ആരംഭിക്കുന്നതിന് ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് MS മോഹനൻ അറിയിച്ചു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സജീത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PA നൌഷാദ്, വാർഡ് മെമ്പർമാരായ CS സുബീഷ്, രമ്യ പ്രദീപ്, രാജൻ പടിക്കൽ, സ്വരൂപ്, KR രാജേഷ്, ഇബ്രാഹിം കുട്ടി, സൗദ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 2 കുടുംബങ്ങൾക്ക് സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകി ലെവറന്തിയോസ്. കൊടകര പേരാമ്പ്ര സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ ലെവറന്തിയോസ് ആണ് മരുന്തോമ്പിള്ളിയിൽ 2 വീട്ടുകാർക്ക് സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകിയത്. ഇതിനോടകം തന്നെ കൊടകര പഞ്ചായത്തിൽ 25-ലധികം കിണറുകൾ സൗജന്യമായി ഇദ്ദേഹം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. കൊടകര മരുന്തോമ്പിള്ളിയിൽ നടത്തിയ കിണറിന്റെ സമർപ്പണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗം TV പ്രജിത്ത്, ലാവറന്തിയോസ് എന്നിവർ സംസാരിച്ചു. ആമ്പല്ലൂർ വെണ്ടൂരിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. വെണ്ടൂർ മഞ്ഞളി ജോൺസന്റെ പറമ്പിൽ നിന്നാണ് 15 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന പൂച്ചയെ കൊന്ന പാമ്പ് പറമ്പിലേക്ക് പോകുകയായിരുന്നു. പാമ്പിനെ കണ്ട വീട്ടുകാർ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. പറവൂർ കോട്ടപ്പുറം വെജിറ്റബിൾ മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് AV ഡെയ്സൺ അധ്യക്ഷനായി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി AJ റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ജോസ് മാളിയേക്കൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PA ദേവസി കണക്കും അവതരിപ്പിച്ചു. 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണം നിയോജക മണ്ഡലം പ്രസിഡന്റ് KL ഷാൻഡോ നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ഗോപാലൻ, SB കണ്ണൻ, TM ഹുസൈൻ എന്നിവർ സംസാരിച്ചു.
വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല വിദ്യാർത്ഥികൾക്കായി ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപകരായ വിൽസൺ പള്ളത്ത്, വിൽസൺ ആന്റണി, സുരേഷ് മുട്ടത്തി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പിൽ ചിത്രരചനയ്ക്ക് പുറമെ ക്ലേ മോഡലിംഗ് ക്ലാസും അവതരിപ്പിച്ചു. വൈകിട്ട് നടന്ന പൊതുയോഗം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ വേനലവധിക്കാലത്ത് ആദ്യമായി സംഘടിപ്പിച്ചൊരു ക്യാമ്പ് ആണ് എന്നുള്ളതിന് ഈ അക്ഷര വായനശാലയുടെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമുക്ക് വായനശാല പ്രസ്ഥാനങ്ങളെക്കുറിച്ച് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഒരു ചെറിയ സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും സമയം ഏറെ വൈകി എന്നുള്ളതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ 2017 മാത്രം ആരംഭിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 9ഓളം വരുന്ന വായനശാലകളിൽ ഏറ്റവും കുറവ് പ്രായം എന്ന് പറയാവുന്ന രീതിയിൽ, എന്നാൽ ഏറ്റവും കൂടുതൽ ജനകീയമായ സാംസ്കാരിക സാമൂഹ്യ പരിപാടികൾ ഏറ്റെടുത്ത ഒരു വായനശാല കൂടിയാണ് നമ്മുടെ അക്ഷര വായനശാല. അപ്പോൾ നമുക്കറിയാം, ഒരു വാടകക്കെട്ടത്തിൽ ആരംഭിച്ച ഈ വായനശാല അതിൻ്റെ എല്ലാവിധ ബാലാരിഷ്ടതകളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജനകീയമായ പദ്ധതികൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഈ വായനശാല പ്രവർത്തകരുടെ എല്ലാവരുടെയും നിസ്സീമമായ നിസ്വാർത്ഥമായ അവരുടെ ഒരു സംഘടനാ വൈഭവം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വായനശാല പ്രസിഡന്റ് VO വർഗീസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CG ജിതിൻ, ഡോക്ടർ മനു മാത്യു, ജോർജ് ഊക്കൻ, 3ാം വാർഡ് മെമ്പർ സുനിത സജീവൻ, വെണ്ണൂർ സെന്റ് മേരീസ് ദേവാലയ ട്രസ്റ്റി ജോർജ് കുട്ടി, വിദ്യാർത്ഥി പ്രതിനിധി റിനി തുടങ്ങിയവർ സംസാരിച്ചു. കാരൂർ സെന്റ് മേരീസ് റോസറി ഇടവക ദേവാലയത്തിന് കീഴിലുള്ള അണ്ണലൂർ സെന്റ് ആന്റണീസ് കപ്പേളയിൽ മധ്യസ്ഥ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഫെമിൻ ചിറ്റലപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ അനുബന്ധ ചടങ്ങുകളിൽ പങ്കാളികളായി. കുഴിക്കാട്ടുശ്ശേരി വരദനാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. സത്യപാലൻ തന്ത്രികൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് അന്നദാനം, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വ്യാഴാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന് പരാതി. ആമ്പല്ലൂർ വെണ്ടൂരിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. വെണ്ടൂർ മഞ്ഞളി ജോൺസന്റെ പറമ്പിൽ നിന്നാണ് 15 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി തിരിച്ചെത്തിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.